ഇന്നലത്തെ അറസ്റ്റ് നാടകം അൻവറിനെ കരുത്തനാക്കിയോ എന്നാണ് ചോദ്യം. കരുത്തനാക്കി എന്നുള്ളത് മാത്രമല്ല, അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പുതു തുടക്കം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം UDF-ലേക്ക് അവരുമായി ബന്ധപ്പെടാൻ ഒരു ഐക്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് അൻവർ നടത്തുന്നൊരു ശ്രമമുണ്ടല്ലോ. ആ ശ്രമത്തിൻ്റെ ഡോറ് മലക്കെ തുറന്നു എന്നുള്ളതാണ്. VD സതീശൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, K സുധാകരൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, രമേശ് ചെന്നിത്തലയുടെ ഭാഗത്താണെങ്കിലും, കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും, ഷിബു ബേബി ജോണിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, ഈ പറഞ്ഞ CMPയുടെ ഭാഗത്തു നിന്നാണ്, എല്ലായിടത്തുനിന്നും ഈ പറയുന്ന ഡോറുകൾ മലക്കെ തുറന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഈ കാട്ടുനായ്ക്ക കോളനിയിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു യുവാവ്, അദ്ദേഹം രാത്രി എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം 6 പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു 2 വയസ്സുള്ളൊരു കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ആനയുടെ മുന്നിലേക്ക് വിടുക. നമ്മുടെ പുലിമുരുകൻ സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു ചെറിയ കഥാപാത്രമുണ്ട്. ആ കുട്ടിക്കഥാപാത്രത്തെ പുലി പിടിക്കാൻ വരുമ്പോൾ മോഹൻലാലിൻ്റെ അച്ഛൻ ഇപ്പോൾ പുലിയുടെ മുന്നിലേക്ക് ചാടുന്ന ഒരു സീനുണ്ട്. അതേ സെയിം സീനാണ് ശരിക്കും പറഞ്ഞ് ഈ മണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ വൈകാരികത മനസ്സിലാക്കണമെങ്കിൽ ആ മണ്ഡലത്തിലുള്ള MLA ആയിരിക്കണം. ആ മണ്ഡലത്തിലെ MLAക്ക് ആ വൈകാരികത മനസ്സിലാക്കാൻ പറ്റിയില്ല, പിന്നെ അദ്ദേഹം MLA എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം 6 പേരുടെ ജീവൻ രക്ഷിച്ച ഒരു മണി എന്ന് പറയുന്ന അതും ഞാൻ പറയുന്നത് പണ്ട് കാലത്ത് പറയും, എറണാകുളത്തെ ഒരു പ്രശ്നമുണ്ടായാൽ അത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാവും. സിറ്റിയിൽ പ്രശ്നങ്ങളുണ്ടായ വാർത്താ പ്രാധാന്യം, പക്ഷേ മലയോര മേഖലകളിൽ ഉണ്ടായ വാർത്താ പ്രാധാന്യം ഉണ്ടാവില്ല. അതുപോലെയാണ് സത്യം പറഞ്ഞത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളോ 2 ആളോ 3 ആളോ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കാറില്ല. അദ്ദേഹം ഇന്നലെ തന്നെ ചർച്ച വരുന്നൊരു ശൈലി എങ്ങനെയാണ്? ശൈലി എന്ന് പറയുന്നത് അദ്ദേഹം വനത്തിൽ താമസിക്കുന്ന ആളാണ്. അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പ്രശ്നം എങ്ങനെയാണ് ഇവർ വനത്തിൽ താമസിക്കുന്നത്? അവരുടെ സാഹചര്യങ്ങളൊത്ത ഒരു സംവിധാനം വനത്തിൽ പുറത്തുണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ടല്ലേ. 2.5 മണിക്കൂർ എടുത്തു അദ്ദേഹത്തെ തലചുമന്ന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമാണോ ഈ അൻവറുമായിട്ടുള്ള ബന്ധം എന്താണ്? അവിടെ അത് മലയോര മേഖലയാണ്. അവിടെ പിന്നോക്ക ആൾക്കാരാണ് കൂടുതലുണ്ടാവുക. അവിടെ കർഷക തൊഴിലാളികളും കർഷകരുമാണ് കൂടുതലുണ്ടാവുക. മലയോര കർഷകരാണ് അവിടെ കൂടുതലുണ്ടാവുക. അവരനുഭവിക്കുന്ന വിഷമം എന്ന് പറയുന്നത് പന്നി, കടുവ, പുലി, ആന, കാട്ടുപോത്ത് എല്ലാവിധ സംവിധാനങ്ങളെയും ആക്രമണം നേരിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഒരു MLA മലയോര മേഖലയിലുള്ള MLAമാരോട് ചോദിച്ചാൽ മനസ്സിലാവും. അവരുടെ MLAമാരൊക്കെ ഓരോ ദിവസം ഈ പരാതി കേട്ട് മടുക്കുകയാണ്. ഇപ്പം ഞാൻ പറയാം, ഇടുക്കിയിലെ MLAമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കിക്കോളൂ, പത്തനംതിട്ട ജില്ലയിലെ MLAമാരോട് ചോദിച്ചു നോക്കിക്കോളൂ, വയനാട് ജില്ലയിലെ MLAമാരോട് ചോദിച്ചോളൂ, കണ്ണൂരിൻ്റെ മലയോര മേഖലയിലുള്ള MLAമാരോട് ചോദിച്ചോളൂ. ഇവരൊക്കെ അനുഭവിക്കുന്ന വിഷമം എന്ന് പറയുന്നത് കരഞ്ഞുകൊണ്ട് വരികയാണ്. അവരുണ്ടാക്കുന്ന ഒരു കാർഷിക വിളകളും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഒരു കിഴങ്ങ് വർഗ്ഗങ്ങൾ അവർക്ക് കിട്ടുന്നില്ല, അത് മുഴുവൻ പന്നി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് സമരം നടത്താൻ ഒരു MLAക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ MLA ആയിട്ട് അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിന് അവിടെ ജയിച്ചു വരണ്ടേ? ഈ ഒന്നാമത് അൻവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഈ പറഞ്ഞ രാഷ്ട്രീയ പിന്തുണ ഇല്ലാത്ത MLA ആയിട്ടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി PV അൻവർ പറയുന്നു. ഈ യാത്ര, ഈ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് അത് ലക്ഷ്യം കാണും. പിണറായിയെ പുറത്തിറക്കുക, പിണറായിസം അവസാനിപ്പിക്കുക. അതിനിപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നൊരു കച്ചിത്തുരുമ്പാണ് വനനിയമ ഭേദഗതി. ഇതുമായി മുന്നോട്ട് കൊണ്ടുപോകും അദ്ദേഹം അതിനകത്തൊരു സാധ്യത കാണുന്നു. അല്ല, അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പിന്തുണയില്ലാതെ ഒരു മുന്നണിയുടെ ഭാഗമല്ലാതെ എങ്ങനെ ജയിക്കാം എന്നുള്ളതിൻ്റെ ഏകൊരു മാർഗം കണ്ടെത്തിയതാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം. അതിൻ്റെ അകത്ത് PV അൻവറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വയനാട് പാർലമെൻറ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ടിലാണ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വയനാട്ടിൽ തുടങ്ങി നിലമ്പൂരിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ജാഥ സംഘടിപ്പിക്കുന്നു. അതിനകത്ത് അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാരെ വിളിക്കുന്നു, വന്നില്ലയോ എന്നുള്ള കാര്യം പിന്നെ. പക്ഷേ എന്താണ്, അൻവർ അതിൻ്റെ അകത്ത് ചെറിയ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ എല്ലാവരെയും പോയി കാണുന്നുണ്ട്. SNDP NSSൻ്റെ നേതാക്കന്മാരെ പോയി കാണുന്നുണ്ട്. അവരുടെ എല്ലാവരും പിന്തുണ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന കാര്യങ്ങൾ അൻവർ ചെന്ന് പറയുകയാണ്. അവിടുത്തെ ഇപ്പം ഞാൻ പറയാം, റെമിജിയോസ് ഇഞ്ചനാനി ബിഷപ്പിനെ പോയി കാണുന്നു, അതവരെ അല്ലെങ്കിൽ ബത്തേരി ബിഷപ്പിനെ പോയി കാണുന്നു. അവിടെ ചെന്നിട്ട് അവർ നിരന്തരം അവരുടെ സമുദായ ആൾക്കാരുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന കാര്യം എന്താണ്? പന്നിയുടെ പ്രശ്നം, പുലിയുടെ പ്രശ്നം, ആനയുടെ പ്രശ്നം, ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു നേതാവ് വന്നിട്ട് പറയുകയാണ്, ഞാൻ അതിന് വേണ്ടി ഒരു സമരത്തിനാണ്. അപ്പോൾ സ്വാഭാവികമായും അൻവറിന് പിന്തുണ ഉണ്ടാവും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട. ആ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇന്നലെ സംഭവിച്ചത് കേരളത്തിലെ എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടത്. തമിഴ്നാട്ടിൽ ഗൂഡല്ലൂരിൽ ഇതിനേക്കാൾ കൂടുതൽ ആക്രമണം നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ നോക്കുന്ന എല്ലാ ആഴ്ചയിലും ഒരാക്രമണം ഉണ്ടാവും. എല്ലാ ആഴ്ചയിലും അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ തല്ലിപ്പൊളിക്കും ജനങ്ങൾ പോയിട്ട്. പക്ഷേ അവിടെ ഒരു സർക്കാർ എടുക്കുന്ന മിതത്വമുണ്ട്.
കാരണം എന്തുകൊണ്ടറിയോ, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ് ഇത് പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം സർക്കാരിന് വേണ്ടേ. ആ സർക്കാർ ആ നിലപാടെടുത്തിട്ടില്ല. അവിടെ കാണിച്ചൊരു പോലീസ് കാണിച്ചൊരു തെറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതൊരു വൈരാഗ്യത്തിൻ്റെ ശൈലി സ്വീകരിച്ചു. രാത്രി 7 മണിയായപ്പോഴത്തേക്കും 120 പോലീസുകാരെ ഗേറ്റിന് മുമ്പിൽ ഇടുന്നു, വീട് വളയുന്നു, അവിടെ ചെന്നിട്ട് അറസ്റ്റ്. അപ്പോൾ സാധാരണ ചിന്തിച്ചാൽ പോരെയെന്നേ, PV അൻവർ MLA ആ സ്ഥലത്ത് നിന്ന് പോകുന്നതിന് ശേഷം അവിടെ ഓഫീസ് തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാൽ, കാരണം ഒരു വിഷ്വൽസും PV അൻവർ നമ്മൾ കാണുന്നില്ല തല്ലിപ്പൊളിക്കുന്നത്. വിഷ്വൽസിന് തല്ലി പൊളിച്ചതിന് ശേഷം ഒരു 35,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കി ഒന്ന് കോടതിയിൽ കൊണ്ട് കൊടുത്താൽ അദ്ദേഹത്തെ ജീവിതാവസാനം വരെ ജയിലിടാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ കൊണ്ട്. അപ്പം അത് ചിന്തിക്കുന്ന ആൾക്കാരുടെ മനോനില എന്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. PV അൻവറിനെ പോലെ ഒരു നേതാവ് എങ്ങനെയെങ്കിലും UDFൻ്റെ ഭാഗമാകുക. ഇപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു, എന്താണോ PV അൻവറിനെ ഒതുക്കാൻ വേണ്ടി തിരക്കഥ സൃഷ്ടിച്ചത്, ആ തിരക്കഥ മാറി PV അൻവറിന് അനുകൂലമായി മാറുക എന്നുള്ള ശൈലിയിലേക്ക് വന്നുള്ളതാണ് അടുത്ത കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇപ്പോൾ ഞാനതൊരു പോലീസിൻ്റെ എടുക്കുന്ന നിലപാടുകളിലെല്ലാം അങ്ങനെയാണല്ലോ, എല്ലാം അങ്ങനെയാണ്. ഞാൻ പറയുമല്ലോ, കാസർഗോഡ് ഒടുക്കി തിരുവനന്തപുരം വരെ നമ്മൾ മറ്റേ പിണറായി വിജയൻ ജാഥ ഉണ്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രിയുടെ ജാഥ ഉണ്ടായിരുന്നല്ലോ, നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് പോലീസ് എടുത്ത നിലപാടോടുകൂടിയിട്ട് ആ പറയുന്ന പരിപാടി മൊത്തം പൊളിഞ്ഞ് പാളീസായി എന്നുള്ളതാണ്. അതെടുത്ത നിലപാട് കൊണ്ടാണ്. എങ്ങനെയാണ് പോലീസ് നിലപാടുകൾ സ്വീകരിക്കേണ്ടത്, അത് സർക്കാരിൻ്റെ നിലപാടാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, PV അൻവറിനെ പോലുള്ള നേതാവ് കർഷക പാർട്ടി എന്നുള്ള നിലയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഗുണം UDFന് അനുകൂലമായി മാറും എന്നുള്ളതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി PV അൻവറിന് കിട്ടുന്ന ഒരു മാധ്യമ പിന്തുണയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തേണ്ടത് ആരാ? UDF ആണ്. കാരണം ഇദ്ദേഹം പറയുന്നത് മുഴുവൻ എങ്ങനെയാണ് അത് UDFന് അനുകൂലമായി. കാരണം UDFൻ്റെ രാഷ്ട്രീയമാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗ് തിരിച്ചറിയുന്നുണ്ട്. ലീഗ് തിരിച്ചറിയുന്നത് മാത്രമല്ല, കോൺഗ്രസിലെ ചില നേതാക്കന്മാരെല്ലാം എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഇത് പാരമ്പര്യമാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. എപ്പോഴും പറയുക ഞങ്ങൾ പാരമ്പര്യ നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ നേതാക്കന്മാർ അണികളോട് അടുത്ത് നിൽക്കുന്ന അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം പറഞ്ഞു തുടങ്ങി അൻവറെ എടുക്കണം. കാരണം അത് ഈ സ്പേസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാലത്തും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയാം, അന്ന് PC ജോർജ് കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പായിരുന്ന സമയത്ത് ചീഫ് വിപ്പിനെ ഉപയോഗപ്പെടുത്തിയത് മുഴുവൻ അന്ന് ഇടതുപക്ഷമാണ്. കാരണം PC ജോർജ് ഒരു കാര്യം പറയും, അതിവിടെ ഏറ്റെടുക്കും, സമരത്തിലേക്ക് പോകുന്നു, പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, കാര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം അന്ന് വെച്ചിട്ട് PC ജോർജിനെ ഇവരെ എടുത്തിരുന്നില്ല. പക്ഷേ PC ജോർജിനെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അന്ന് ഒരിക്കലും ഇടതുപക്ഷം PC ജോർജിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് കാണും ഒരു സമയത്ത്. കാരണം ആ സംവിധാനത്തെ യൂസ് ചെയ്യാന്നുള്ള ആ ശൈലിയിലേക്ക് കോൺഗ്രസ് വരുന്നില്ലല്ലോ, ഈ സമയം വരെ വന്നിട്ടില്ലല്ലോ. ഇപ്പോഴും 3 നിലപാടാണ്. ഇപ്പം പറയുന്നത് ധാർമ്മിക പിന്തുണ എന്ന് പറയുന്നു, ഇന്ന് പൊളിറ്റിക്കൽ പിന്തുണയുണ്ടോ അതില്ല എന്ന് പറയുന്നു, ചില നേതാക്കന്മാർ ഉണ്ടെന്ന് പറയുന്നു, ചില നേതാക്കന്മാർ കത്ത് പുറത്തു വിടുന്നു, ചില നേതാക്കന്മാർ യോഗം വിളിക്കുന്നു, ഘടകകക്ഷികൾ കുറേ പേര് അനുകൂലം പറയുന്നു, കുറേ പേര് അനുകൂലം അല്ലാതെ പറയുന്നു. സത്യം പറയേണ്ടത് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും UDFിലെ ആശയക്കുഴപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ബാക്കി നിലപാടുണ്ടാവും, പക്ഷേ എടുക്കണോ വേണ്ടിയോ. അപ്പോൾ ചില ആൾക്കാരുടെ അത് എടുക്കണോ വേണ്ടിയോ എന്നുള്ള തീരുമാനത്തിൻ്റെ പ്രശ്നം എന്നുള്ളത്. പക്ഷേ ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഒരു ചെറിയ കാര്യമല്ലേ, ഒരു MLA നമ്മൾ മാണി സി കാപ്പൻ ഈ UDFിലെ ഘടകകക്ഷിയല്ലേ, എത്ര അണികളുണ്ട്, എത്ര നേതാക്കന്മാരുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. CMB UDFിലെ ഘടകകക്ഷിയല്ലേ, എത്ര MLA മാരുണ്ട്, എത്ര നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷിബു ബോബി അവർക്ക് MLA ഇല്ല അല്ലേ? ഉണ്ടോ? ഇല്ല. MLA ഇല്ല. അവരും ഘടകകക്ഷിയാണ് UDFിൻ്റെ. ഇതൊരു MLA ആണ് വരുന്നത്, CMBക്കും ഇല്ല. അവർ അപ്പം ചെറിയ പാർട്ടി ആൾക്കാരെ പോലും എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിനകത്ത് ഇത്രയും ആശയക്കുഴപ്പമുള്ള ഒരു എല്ലാ പോയിന്റും VD സതീശനിലേക്കാണ് വന്ന് നിൽക്കുന്നത്. VD സതീശൻ യെസ് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി UDFിലേക്ക് സ്വാഗതം. അല്ല, VD സതീശൻ ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ VD സതീശൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൃത്യത വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കറക്റ്റായി യോഗം വിളിച്ച് സംസാരിച്ച് അതിനൊരു തീരുമാനം എടുത്ത് അതിന് ശേഷം അത് പ്രഖ്യാപിക്കുക എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ അത് VD സതീശൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, ബാക്കിയുള്ള നേതാക്കന്മാരും ആ ഒരു കൃത്യത പാലിക്കട്ടെ. അവർ മാലപ്പടക്കം പൊട്ടിക്കുന്ന പോലെയാണ്. ചില പടക്കം അവിടെ പോയി പൊട്ടും, ചില പടക്കം ഇവിടെ പോയി പൊട്ടും, അങ്ങനെയുള്ളതാണ്. പക്ഷേ കൃത്യതയുടെ കാര്യത്തിൽ അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നത് VD സതീശൻ നല്ല തീരുമാനം എടുക്കാൻ നല്ല നേതാവാണ്. പക്ഷേ എല്ലാ തീരുമാനവും ഉചിതമായ തീരുമാനം തന്നെയാണ് എടുത്തു വരുന്നത്. പക്ഷേ തീരുമാനം എന്ന് പറയുന്നത്
സ്റ്റഡനായി എടുക്കേണ്ട തീരുമാനമാണ്. ഇന്ന് രാത്രി എടുക്കുന്ന ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി രാവിലെ പത്രസമ്മേളനം നടത്തി പറയേണ്ട കാര്യം ലീഗിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തന്നില്ലേ ജനങ്ങൾക്ക് എന്താണ് പി വി അൻവറിനോടുള്ള നിലപാട് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഇന്നത്തെ രാവിലെ തുടങ്ങി രമേശ് ചെന്നിത്തലേൻ്റെ ഒഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും തിരുവഞ്ചൂർ പറഞ്ഞു കേട്ടോ, തിരുവഞ്ചൂർ പറഞ്ഞു. വി ഡി സതീശൻ പറയുന്നുണ്ട് കേട്ടോ. വി ഡി സതീശൻ പറയുന്നതിനകത്തും തെറ്റൊന്നും പ്രസിഡന്റും പൂർണ്ണ പിന്തുണയാണ്. അല്ല, ഞാൻ പറയുന്നത് ഇവരൊക്കെ എടുക്കുന്ന നിലപാടുകൾ, ഒരു നിലപാട് വന്നാൽ പ്രശ്നം തീർന്നില്ലേ? ഒരു ഫോണിൽ 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഇതാണ് നമ്മുടെ നിലപാട് എന്നുള്ളത് പറഞ്ഞത് അതോടുകൂടിയിട്ട് ആ പ്രശ്നം തീർന്നു. അതോടുകൂടി എന്താണ്, ഇതുപോലെ സംസാരിക്കാൻ സ്പേസ് ഉള്ള ഒരു നേതാവിനെ ഒന്നില്ലെങ്കിൽ അദ്ദേഹം നിലമ്പൂർ MLA ആണല്ലോ ഇപ്പോഴും, ആ നിലമ്പൂർ MLA യൂസ് ചെയ്യാനാണല്ലോ. Meet the editors.